ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലം എന്നതുകൊണ്ട് തന്നെ ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയും മുൻപ് തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ എൻട്രി കാര്യങ്ങളെ കൂടുതൽ കൊഴുപ്പിച്ചു. അവസാനം ആറന്മുളയിലേക്ക് NDA സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരന്റെ വരവ് കൂടിയായപ്പോൾ ആ ചിത്രം രാഷ്ട്രീയ കേരളത്തെ ആകെ ആകർഷിച്ചു. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പോലും വിവാദങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ വകുപ്പാണ് വീണ ജോർജിന്റെ കീഴിലിരുന്ന ആരോഗ്യം. പല തുറന്നു പറച്ചിലുകളും അനാസ്ഥകളും കൊണ്ട് പഴി കേൾക്കേണ്ടി വന്നപ്പോൾ ആരോഗ്യരംഗം ആകെ പലകുറി നാണക്കേടിലായി. നിപ, കോവിഡ് എന്നീ മഹാമാരിക്കാലം അതിജീവിച്ച കാലഘട്ടത്തിൽ KK ശൈലജ ആരോഗ്യ വകുപ്പിൽ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് നേരെ വിപരീതമായി സർക്കാരിന് തന്നെ തലവേദനയായ ഒരു വകുപ്പായി മാറുകയായിരുന്നു വീണ ജോർജിന്റെ കാലത്ത്. നിലവിലെ ഭരണത്തിന്റെ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനോട് ജനത്തിന് തോന്നിയ അകൽച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന മണ്ഡലം ഉറപ്പായും ആറന്മുളയാണ്. LDF സ്ഥാനാർത്ഥിയായി വീണ ജോർജ് വീണ്ടും എത്തുമ്പോൾ ആറന്മുള ഇനി അവരെ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ LDFന് പോലും ഉറപ്പായും സംശയം കാണാതിരിക്കില്ല. അബിൻ വർക്കിയെ കോൺഗ്രസ് രംഗത്തിറക്കിയത് ആറന്മുള തിരിച്ചു പിടിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ്. കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് വിഭാഗത്തിലെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ കുറച്ച് വീണ ജോർജിന് കിട്ടിയിരുന്നു. എന്നാൽ ഇക്കുറി അത് ആവർത്തിക്കില്ലെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. വോട്ട് ശിഥിലമായി പോകാതെ ഇരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അവർ കൈക്കൊള്ളുന്നുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സർക്കാരിന് ഏറ്റവും പഴി കേൾക്കേണ്ടി വന്ന വകുപ്പിനെ നയിച്ച ആൾ എന്നതും ഏറ്റവും ഒടുവിൽ കണ്ണൂരിലുണ്ടായ കരിങ്കൊടി സമരവുമൊക്കെ വീണയ്ക്കെതിരെ UDF പ്രചാരണ ആയുധമാക്കുകയാണ്. ജില്ലക്കാരനല്ലാത്ത സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി കുഴപ്പത്തിലാകും എന്ന പേടിയെ അബിനും കൂട്ടരും നിഷ്പ്രയാസമാണ് മറികടന്നത്. പത്തനംതിട്ടയെ ലക്ഷ്യമിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പര്യടനവും അബിൻ വർക്കി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറന്മുള. കേസിലെ പ്രതി ആറന്മുളക്കാരൻ പത്മകുമാറിന്റെ പേരിൽ പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം UDFും NDAയും ഉയർത്തുന്നുണ്ട്. ഇതിനെയെല്ലാം LDF പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതികളോടുള്ള തണുപ്പൻ സമീപനം എതിർപക്ഷത്തിന്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലമായിരുന്നു ആറന്മുള. 2016 അന്നത്തെ MLA ആയിരുന്ന K ശിവദാസൻ നായരിൽ നിന്ന് 7646 വോട്ടുകളുടെ ലീഡിനാണ് വീണ മണ്ഡലം പിടിച്ചെടുത്തത്. 2021 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുത്തനെ ഉയർന്നു. 19,003 വോട്ടുകളുടെ ലീഡ് കോൺഗ്രസിലെ അതേ K ശിവദാസൻ നായർക്കെതിരെ അവർ നേടി. ഇത്തവണ പുതിയ എതിരാളി അബിൻ വർക്കി ഒരു നിസ്സാരക്കാരനല്ല താനും. കേരളത്തിലെ കോൺഗ്രസിന്റെ പക്വതയുള്ള യുവമുഖം. 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ കണക്കുകളും UDFന് അനുകൂലമായാണ് വിധി എഴുതിയത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആന്റോ ആന്റണി CPMലെ തോമസ് ഐസക്കിനേക്കാൾ 14,687 വോട്ടുകളാണ് അധികമായി നേടിയത്. 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും UDF സമാനമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. മണ്ഡലത്തിൽ ആകെ ലഭിച്ച വോട്ടുകളുടെ കണക്കെടുത്താൽ 13,572 ലീഡ് കാണാം. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടും LDF ഒരു തരിയായി അവശേഷിച്ച കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ കണ്ടത്. 11 തദ്ദേശ സ്ഥാപനങ്ങളിൽ 8 UDF വിജയിച്ചപ്പോൾ 2 എണ്ണമാണ് NDA നേടിയത്. ആകെ 1 എണ്ണം മാത്രമാണ് LDF അവിടെ വിജയിച്ചത്. ഇത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആറന്മുളയിൽ ഒരു നല്ല സൂചികയല്ല. കോൺഗ്രസും UDFും ആറന്മുളയിലെ വിജയം ഉറപ്പിക്കുന്നതും ഈ ഘടകങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ്. UDF അനുകൂലമെന്ന് കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. എന്നിരുന്നാലും 2016 മുതൽ അത് മാറി ചിന്തിക്കാൻ കാരണമായ ഘടകങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആറന്മുളയെ തിരിച്ച് കോൺഗ്രസ് പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അബിൻ വർക്കിയും കൂട്ടരും വിശ്വസിക്കുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് NDAയും വിശ്വസിക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരന് ആറന്മുളയുമായുള്ള ബന്ധവും അവർക്ക് അനുകൂല പ്രതീക്ഷ നൽകുന്നതാണ്. എന്നിരുന്നാലും UDF LDF പോരാട്ടത്തിനിടയിൽ BJPക്ക് വിജയസാധ്യതകൾ തെളിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ വോട്ടിന്റെ അട്ടിമറിയിലും ചോർച്ചയിലും അവരുടെ പങ്ക് സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതും സത്യമാണ്. എല്ലാ ഘടകങ്ങളും കൂട്ടി വായിക്കുമ്പോഴും സർവേകളടക്കം സാധ്യതകൾ പൂർണ്ണമായും അബിൻ വർക്കിക്ക് അനുകൂലമായാണ് പറയുന്നത്. ആറന്മുള അട്ടിമറി വിജയത്തിലൂടെ നിലവിലെ ആരോഗ്യമന്ത്രിയെ തറപറ്റിക്കുന്ന കാഴ്ച നാം 1 മാസത്തിനപ്പുറം കാണുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. മുന്നണികൾ അവരുടെ വോട്ടുകൾ ഭദ്രമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
അത് തുടരട്ടെ. ആറന്മുളയിൽ ഏതായാലും പോരാട്ടം കടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.